ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ തളപതി വിജയ് നായകനെ എത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ ആദ്യ ദിവസം തിയേറ്ററുകളിലെ പ്രദർശനം തുടരുകയാണല്ലോ. സിനിമയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ഷോകൾ പൂർത്തിയാകുമ്പോൾ തന്നെ സിനിമയുടെ ഏകദേശം അഭിപ്രായമെല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വെങ്കട്ടപ്രഭുവിന്റെ വിജയ് ചിത്രത്തിൽ നിന്നും പ്രതീക്ഷ ഒരു ക്ലീൻ പോസിറ്റീവ് അതല്ലെങ്കിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം ഒന്നും തന്നെ അല്ല ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നേരിടുത്തത്. സിനിമയുടെ അഭിപ്രായങ്ങൾ വന്നതോടെ നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിലേക്കാണ്. വേൾഡ് വൈഡ് നല്ല കളക്ഷൻ സിനിമ എങ്ങനെ പോയാലും നേടിയെടുക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ സിനിമ ബ്രേക്ക് ഇവനിലേക്ക് എത്തപ്പെടുമോ, ക്ലീൻ ഹിറ്റിലേക്ക് എത്തപ്പെടുമോ എന്നത് ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ വന്നതോടെ സംശയകരമായി മാറിയിരിക്കുകയാണ്. കാരണം ഗോകുലം മൂവീസ് 1-2 കോടി രൂപയ്ക്കല്ല സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ലിയോയേക്കാൾ കൂടുതൽ തുകയ്ക്ക് 17 കോടി രൂപയ്ക്കാണ് കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സിനിമ കേരളത്തിൽ ആ പറഞ്ഞ കളക്ഷനിലേക്ക് ഷെയർ കളക്ഷൻ എത്തണമെങ്കിൽ ആകെ ഗ്രോസ് കളക്ഷൻ 40-45 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടണം. കേരളത്തിലെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ അത് ഹിമാലയൻ ടാസ്ക് ആണ് എന്നൊരു അഭിപ്രായമാണ് ട്രാക്കേഴ്സ് ഇതിനോടൊപ്പം തന്നെ ആദ്യമേ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ലിയോയുടെ ഫൈനൽ കളക്ഷൻ 60 കോടിയിലേക്ക് എത്തപ്പെട്ടെങ്കിലും ലിയോ അല്ലാതെ വിജയുടെ ഒരു കരിയർ ബെസ്റ്റ് കേരള കളക്ഷൻ നോക്കുകയാണെങ്കിൽ 20 കോടി രൂപ പോലും ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത വിജയ് ചിത്രം കേരളത്തിലില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഇനി അഥവാ ഈ പറഞ്ഞ 40-45 കോടി റേഞ്ചിലേക്ക് ഗോട്ട് എത്തപ്പെടുകയാണെങ്കിൽ അത് വേറെ ലെവൽ സ്റ്റാർഡം വിജയുടെ കേരളത്തിൽ തെളിയിക്കുന്ന ഒന്നായിട്ട് മാറും എന്നതും ഇപ്പോൾ തന്നെ നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ആദ്യ ദിവസം മുതലുള്ള സിനിമയുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കൃത്യമായിട്ട് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി വിജയുടെ കോട്ടിന്റെ കേരള പ്രതീക്ഷകൾ എന്തെല്ലാമാണ്, നിങ്ങളുടെ പ്രഡിക്ഷൻ ഫിഗേഴ്സ് എല്ലാം തന്നെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.